നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ചു. തിരികെ വനത്തിലേക്ക് വിടാൻ സ്പെഷ്യൽ ഡ്രൈവ്. കറവൂർ, കാരിക്കുഴി, ആനക്കുളം ജനവാസ മേഖലകളിലാണ് ആനകൾ തമ്പടിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. കരിമണൽ ഖനനത്തിനായി തീരപ്രദേശങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. പുതിയ ബജറ്റ് നിർദ്ദേശങ്ങൾ ഇതിന് തെളിവാണെന്നും ജയരാജൻ. കൊല്ലം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നീറ്റ് പരീക്ഷ. 26 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടന്നത്. കേന്ദ്രസേനയും സംസ്ഥാന പോലീസും പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷയൊരുക്കി. അഷ്ടമുടിക്കായൽ കണ്ടൽ വനവൽക്കരണ പദ്ധതി നടപ്പാക്കുന്നു. തേവലക്കര ഗ്രാമപഞ്ചായത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. അഷ്ടമുടിക്കായൽ പരിസ്ഥിതി വെല്ലുവിളി നേരിടുന്നതായി മന്ത്രി ഷിബു ബേബി ജോൺ. വിശദമായ വാർത്തകളിലേക്ക്. പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ചു. ഇവയെ തിരികെ വനത്തിലേക്ക് വിടാൻ സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. കറവൂർ, കാരിക്കുഴി, ആനക്കുളം ജനവാസ മേഖലകളിലാണ് കുറെ ദിവസങ്ങളായി ആനകൾ തമ്പടിച്ചിട്ടുള്ളത്. ഇവിടെ മൊത്തം ഉണ്ട്. ഇവിടെ അങ്ങോട്ട് എന്റെ പൊന്നി താറാണ്ട് അങ്ങോട്ട് മാറി നോക്കിയാണ്. ഇപ്പൊ 2 ദിവസം കൊണ്ട് ഇവിടെ ഇല്ല. അല്ല മൊത്തം ഇവിടെ ആനയായിരുന്നു. അങ്ങോട്ട് ഇറങ്ങി നോക്കുക. അപ്പുറത്തെ ചാലിന്റെ അവിടെ ആന. പത്തനാപുരം പിറവന്തൂർ മേഖലകളിലെ ജനവാസ മേഖലകളിലാണ് കാട്ടാനകൾ തമ്പടിച്ചിട്ടുള്ളത്. ആനകളെ റിസർവ് വനത്തിലേക്ക് തിരികെ കയറ്റിവിടുന്നതിനായുള്ള സ്പെഷ്യൽ ഡ്രൈവ് പരാജയപ്പെട്ടു. കറവൂർ, കാരിക്കുഴി, ആനക്കുളം ജനവാസ മേഖലകളിലാണ് കുറെ ദിവസങ്ങളായി ആനകൾ തമ്പടിച്ചിട്ടുള്ളത്. 2 കൊമ്പൻ ഉൾപ്പെടെ 4 ആനകളെ കറവൂർ, കാരിക്കുഴിയിൽ വനപാലകരും നാട്ടുകാരും കണ്ടെത്തി പടക്കം പൊട്ടിച്ച് വനമേഖലയിലേക്ക് പായിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആനകൾ തിരിഞ്ഞ് മറ്റൊരു ഭാഗത്തേക്ക് പോവുകയായിരുന്നു. വരും ദിവസങ്ങളിലും ആനകളെ നിരീക്ഷിച്ച് ജനവാസ മേഖലയിൽ നിന്ന് വനത്തിലേക്ക് കയറ്റിവിടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ജ്യോതികുമാർ ചാമക്കാല MLA പറഞ്ഞു. ഇവിടെ ഈ കറവൂർ പ്രദേശത്ത് ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ വളരെ തുടർച്ചയായി വരികയും ജനജീവിതത്തിനെ ബാധിക്കുന്ന രീതിയിലേക്ക് അവ കൃഷിയിടങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ഈ ആനകളെ ഉൾവനത്തിലേക്ക് മടക്കി അയക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. ഇവിടെ ഈ അലിമുക്കിൽ നിന്ന് ആരംഭിക്കുന്ന കറവൂരിലേക്ക് പോകുന്ന റോഡിന്റെ ഇരുവശങ്ങളിലുമായി ഉള്ള ഏകദേശം 70 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിലുള്ള വനം. ഇതിന്റെ ചുറ്റുപാടും ഇതിന്റെ 4 വശങ്ങളിലും ജനവാസ മേഖലയാണ്. ആകപ്പാടെ ഇതിന്റെ ചെറിയൊരു ഓപ്പണിംഗ് മാത്രമാണ് ഉൾവനത്തിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് കിടക്കാനുള്ളത്. ആ ഓപ്പണിങ്ങിലൂടെയാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ 2 ആനകൾ ഈ ഒറ്റപ്പെട്ട ഈ പ്രദേശത്തേക്ക് ഉൾവനത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇതിനെ ഏത് വഴിയിലൂടെയാണോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അതേ വഴിയിലൂടെ തന്നെ ഉൾവനത്തിലേക്ക് മടക്കി അയക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ പ്രായോഗികമായിട്ടുള്ള ഒരു വശം. സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി അലിമുക്ക് അച്ചൻകോവിൽ പാതയിൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. DFO YM ഷാജികുമാർ, ജ്യോതികുമാർ ചാമക്കാല MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കൃഷ്ണ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ഗോപിനാഥ, ജനപ്രതിനിധികൾ, വനംവകുപ്പ്, റവന്യൂ, പോലീസ്, അഗ്നിരക്ഷാസേന തുടങ്ങിയവയിലെ ഉദ്യോഗസ്ഥർ, വെറ്റിനറി ഡോക്ടർമാർ എന്നിവരാണ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായത്. ഇന്ന് നമ്മൾ ആന ദൗത്യം രാവിലെ 7 മണിക്ക് ആരംഭിച്ചു. പക്ഷെ ആനയെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചുവെങ്കിലും അത് ലൊക്കേറ്റ് ചെയ്തിട്ട് കൂടുതൽ ടീമുമായിട്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്തെങ്കിലും നമുക്കിപ്പോൾ അതിപ്പോൾ നമ്മളെ കൺവട്ടത്തിൽ നിന്ന് മാറുന്ന ഒരു അവസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത്. എങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാഫിനെ നിർത്തുന്നതാണ്. ശരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് പാറ്റേൺ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ 2-3 ദിവസം അതിനെ വാച്ച് ചെയ്തതിന് ശേഷം 25th ഏർലി മോർണിംഗിൽ വീണ്ടും ഈ ആനദൗത്യം പുനരാരംഭിക്കാമെന്നാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ ദൗത്യം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സംസ്ഥാന ജൂനിയർ ബാഡ്മിന്റൺ റാങ്കിംഗ് ടൂർണമെന്റ് 23 മുതൽ 27 വരെ പുത്തൻകുളത്ത് നടക്കും.
കേരള ബാഡ്മിന്റൺ അസോസിയേഷനാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഇതിനായി സംഘാടക സമിതി രൂപീകരിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. അണ്ടർ 15, അണ്ടർ 17 സംസ്ഥാന ജൂനിയർ ബാഡ്മിന്റൺ റാങ്കിംഗ് ടൂർണമെന്റാണ് ഈ മാസം 23 മുതൽ 27 വരെ പുത്തൻകുളം ഇസിയാൻ സ്പോർട്സ് സിറ്റിയിൽ നടക്കുന്നത്. 14 ജില്ലകളിൽ നിന്നായി 500-ലേറെ ബാഡ്മിന്റൺ താരങ്ങൾ പങ്കെടുക്കും. 620 മത്സരങ്ങളാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത്. ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതും ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് ഉയർന്നു വരേണ്ടതുമായ താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സംസ്ഥാന ഷട്ടിൽ ബാഡ്മിന്റൺ അസോസിയേഷൻ കൊല്ലം ജില്ലാ അസോസിയേഷനെ ഏൽപ്പിക്കുകയും കൊല്ലം ജില്ലാ അസോസിയേഷൻ ഇസിയാൻ സ്പോർട്സ് സിറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിന്റെ ഒരു സംഘാടക സമിതി രൂപീകരിക്കുന്നതിനായി 3 ദിവസങ്ങൾക്ക് മുമ്പ് KDPSCയുടെ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരിയായി ചാത്തന്നൂർ നിയോജകമണ്ഡലം MLA BB ഗോമകുമാർ അവർകളെയും മറ്റ് രക്ഷാധികാരികളെയും ബ്ലോക്ക് പ്രസിഡന്റ് സുശീല ദേവി, ഉദകുളം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് അവറുകളെയും തെരഞ്ഞെടുത്തു. കൂടാതെ ചെയർമാനായി പ്രസിഡന്റിനെ തന്നെ ഇസിയാന്റെ ഓണർ KDPSCയുടെ പ്രസിഡന്റുമായ എന്നെ ഷാജഹാനെ തെരഞ്ഞെടുത്തു. ഇതിന്റെ സംഘാടക സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് ധീരജ് രവി, അദ്ദേഹം ഡിസ്ട്രിക്ട് അസോസിയേഷൻ സെക്രട്ടറിയാണ്. ഈ ടൂർണമെന്റ് ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇസിയാൻ സ്പോർട്സ് സിറ്റിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ഭാഗമായി സംഘാടക സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ചാത്തന്നൂർ MLA BB ഗോപകുമാർ മുഖ്യ രക്ഷാധികാരിയായാണ് സംഘാടക സമിതി രൂപീകരിച്ചിട്ടുള്ളതെന്ന് പ്രസിഡന്റ് M ഷാജഹാൻ, ജോയിന്റ് സെക്രട്ടറി ബിനുരാജ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജീവ് ദേവലോകം എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 3 വർഷത്തിനുള്ളിൽ 1 ലക്ഷം പാലുൽപാദനമാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ജീവനം ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനവും കർഷക പരിശീലനവും കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ക്ഷീര കർഷകരെ സഹായിക്കാൻ നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പാക്കുന്നു. ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച് ചെലവ് കുറച്ച് വരുമാന സ്ഥിരത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. ക്ഷീരകർഷകരെ സഹായിക്കുന്ന നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത്. പുതിയ പശുക്കളെ വാങ്ങാനുള്ള സബ്സിഡി വിജയിച്ചതുൾപ്പെടെ ജാഗ്രതയോടെ സർക്കാർ ഈ മേഖലയെ സഹായിക്കാൻ മുന്നോട്ട് വരികയാണ്. കുടുംബശ്രീ പ്രവർത്തകരിൽ പ്രത്യേക പരിശീലനം നേടിയവർക്ക് പ്രത്യേക പരിഗണന നൽകി പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കുടുംബശ്രീ മൃഗസംരക്ഷണ മേഖലയിൽ ജീവനം ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനവും ഏകദിന കർഷക പരിശീലനവും കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 86 ലക്ഷം ടൺ ആവശ്യമുണ്ട്. സർക്കാർ അടുത്ത 3 വർഷത്തിനുള്ളിൽ 1 ലക്ഷം ടൺ പാൽ ഉൽപാദനമാണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി പശുക്കളെ വളർത്തുവാനുള്ള പ്രോജക്റ്റുകൾക്ക് സംസ്ഥാന സർക്കാർ എല്ലാ സഹായവും നൽകുകയാണ്. സബ്സിഡി, പുതിയ പശുക്കളെ വാങ്ങുവാനുള്ള സബ്സിഡി അടക്കം, കാലിത്തീറ്റ സബ്സിഡി അടക്കം, അതുപോലെ തന്നെ മൃഗ സംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട് ബാക്കി ചികിത്സ അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ജാഗ്രതയോടുകൂടി സംസ്ഥാന സർക്കാർ ഈ മേഖലയിൽ സഹായിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഫാം ഉള്ളവർക്ക് 5 പശുക്കൾ തൊട്ട് മുകളിലോട്ടുള്ളവർക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യത്തിൽ അധിഷ്ഠിതമായ സഹായം കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വിവിധങ്ങളായ പ്രോജക്റ്റുകൾ ഞങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രിയപ്പെട്ട കുടുംബശ്രീയുടെ സഹപ്രവർത്തകർ പരിശീലനം നേടിയവർക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് ഇത്തരം പദ്ധതികൾ നടപ്പാക്കുമെന്ന് ഈ വേദിയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാടിന്റെ സമഗ്ര വികസനത്തിനായി എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ലൈവ് സ്റ്റോക്ക് ക്ലസ്റ്ററുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പുകളുടെ സേവനം ഉറപ്പാക്കിക്കൊണ്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് ജീവനം. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R ലതാദേവി അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ അനിമൽ ഹസ്ബൻഡറി സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ദിലീപ് S പദ്ധതി വിശദീകരിച്ചു. ഡെപ്യൂട്ടി മേയർ ഉദയ സുകുമാരൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ വിമൽ ചന്ദ്രൻ, CDS ചെയർപേഴ്സൺമാരായ അംബിക, കുഞ്ഞുമണി, ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ജിനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മത്സ്യബന്ധനത്തിനിടെ വള്ളം കടലിൽ മുങ്ങി. മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ചവറ കോവിൽത്തോട്ടത്തിന് പടിഞ്ഞാറായിരുന്നു അപകടം. സമീപമുണ്ടായിരുന്ന മറ്റൊരു വള്ളത്തിലെ തൊഴിലാളികളാണ് മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത്. മത്സ്യബന്ധനത്തിനിടെ വള്ളം കടലിൽ മുങ്ങി. വള്ളത്തിലുണ്ടായിരുന്ന 2 പേരെ സമീപമുണ്ടായിരുന്ന മറ്റൊരു വള്ളത്തിലെ തൊഴിലാളികൾ രക്ഷപ്പെടുത്തി.
ചവറ കോവിൽത്തോട്ടത്തിന് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു അപകടം. നീണ്ടകര പുത്തൻതുറ ചന്ദ്രമംഗലത്ത് ബൈജുവിന്റെ ഉടമസ്ഥതയിലുള്ള പൂജ എന്ന കാരിയർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ബൈജുവിനെയും ഒപ്പമുണ്ടായിരുന്ന പുത്തൻതുറ കാട്ടിൽ ബാബുവിനെയും സമീപത്തുണ്ടായിരുന്ന വള്ളത്തിലെ തൊഴിലാളികളാണ് രക്ഷപ്പെടുത്തിയത്. കടലിൽ മുങ്ങിയ ബോട്ടിനെ കയറിൽ കെട്ടി നിർത്തുകയായിരുന്നു. നീണ്ടകരയിൽ നിന്ന് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ബോട്ട് എത്തി വള്ളത്തെയും തൊഴിലാളികളെയും കരയ്ക്കെത്തിച്ചു. മത്സ്യവും മത്സ്യബന്ധന ഉപകരണങ്ങളും നഷ്ടമായി. 2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ പറഞ്ഞു. സംഭവത്തിൽ കോസ്റ്റൽ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പത്തനാപുരത്ത് KSRTCയുമായി ബന്ധപ്പെട്ട പരാതികളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യാൻ യോഗം ചേർന്നു. MLAയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. KSRTC ഓർഡിനറി ബസ്സുകൾ പുനഃക്രമീകരിക്കണമെന്ന് MLA നിർദ്ദേശിച്ചു. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ KSRTCയുമായി ബന്ധപ്പെട്ട പരാതികളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യുന്നതിനായാണ് ജ്യോതികുമാർ ചാമക്കാല MLAയുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും KSRTC ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നത്. നിലവിൽ ഓർഡിനറി സർവീസുകൾ മാനദണ്ഡം പാലിക്കാതെ യാത്രക്കാർക്ക് ഉപയോഗപ്രദമല്ലാതെയാണ് ഓടുന്നതെന്നും ഇത് അടിയന്തരമായി പുനഃക്രമീകരിക്കണമെന്നും MLA നിർദ്ദേശിച്ചു. യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും നിർദ്ദേശങ്ങൾ ആരായണമെന്നും പ്രത്യേക നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് പ്രത്യേക ബോക്സ് വയ്ക്കണമെന്നും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി മെയിൽ ID കൂടി നൽകണമെന്നും MLA അറിയിച്ചു. ഇപ്രകാരം യാത്രക്കാർക്ക് ജൂലൈ 1 മുതൽ 10 വരെ അവസരം നൽകണമെന്നും അവരിൽ നിന്നും കിട്ടുന്ന നിർദ്ദേശങ്ങൾ ജൂലൈ 11 മുതൽ 20 വരെ ക്രോഡീകരിച്ച പുതിയ ഓർഡിനറി ഷെഡ്യൂളുകൾ തയ്യാറാക്കണമെന്നും ഓഗസ്റ്റ് 1 മുതൽ ഈ ഷെഡ്യൂളുകൾ ഓടിത്തുടങ്ങണമെന്നും MLA പറഞ്ഞു. ക്രോഡീകരിക്കുന്ന വേളയിൽ MLAയുടെ അധ്യക്ഷതയിൽ വീണ്ടും യോഗം ചേരും. KSRTC ബസ്സുകളുടെ പാർക്കിംഗ് സംബന്ധമായ വിഷയം അടുത്ത ഭരണസമിതിയിൽ ചർച്ച ചെയ്യും. വളരെ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം നൽകി. അതായത് നമ്മൾ നിലവിൽ ഇപ്പോൾ ഓർഡിനറി സർവീസുകൾ ഒത്തിരി യൂസ്ഫുൾ അല്ലാതെ ഓടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ റീഷഫിൾ ചെയ്ത് ഓർഡിനറി ഷെഡ്യൂളുകൾ മാത്രം ഒന്ന് റീഷഫിൾ ചെയ്ത് യാത്രക്കാരുടെ കൂടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് റീഷഫിൾ ചെയ്ത് കൂടുതൽ ജനോപകാരപ്രദമായ രീതിയിൽ സർവീസ് നടത്താനായിട്ടൊരു പദ്ധതി, ബൃഹത്തായൊരു പദ്ധതി തയ്യാറാക്കണമെന്ന് ബഹുമാനപ്പെട്ട MLA നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പറഞ്ഞ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ജീവനക്കാരുടെ നമ്മുടെ യാത്രക്കാരുടെ നിർദ്ദേശങ്ങൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ID കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ബോക്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ യാത്രക്കാർക്ക് നമ്മുടെ KSRTC സംബന്ധമായ സർവീസുകളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ യാത്രക്കാർക്ക് ഈ 2 മാർഗങ്ങൾ വഴി നമ്മളെ അറിയിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മൾ 10-ാം തീയതിക്ക് ശേഷം ക്രോഡീകരിച്ച് നമ്മൾ 20-ാം തീയതിക്കുള്ളിൽ ഈ പറഞ്ഞ പോലെ ഓർഡിനറി ഷെഡ്യൂൾ എല്ലാം ഒന്ന് റീഷഫിൾ ചെയ്ത് സമർപ്പിക്കാനാണ് സാറ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമർപ്പിക്കുന്ന മുറയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ പുതിയ സർവീസുകളുടെ ഒത്തിരി റിക്വസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതുമെല്ലാം ആഡപ്പ് ചെയ്ത് ആർക്കും പരാതിയില്ലാത്ത രീതിയിൽ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനാണ് സാറ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ശാസ്താംകോട്ട രാജഗിരിയിൽ പേപ്പട്ടി ശല്യം. 3 പേരെ പേപ്പട്ടി കടിച്ചു. വാട്ടർ അതോറിറ്റി ജീവനക്കാരനെ ഉൾപ്പെടെയാണ് നായ കടിച്ചത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ രാജഗിരി പ്രദേശത്താണ് പേപ്പട്ടി ശല്യം രൂക്ഷമായത്. കഴിഞ്ഞ രാത്രി രാജഗിരിയിലെ സെന്റ് സെബാസ്റ്റ്യൻ ഹൗസിലെ P. ആന്റണി, വാട്ടർ അതോറിറ്റി ജീവനക്കാരൻ അനന്തു എന്നിവരെ നായ കടിച്ചു. കൊല്ലത്തുനിന്ന് വന്ന് വണ്ടിയിലിറങ്ങി വീട്ടിൽ പോകാനങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിൽ നിന്നൊരു പട്ടി ചാടി വന്ന് കയറി ഇരിക്കുകയായിരുന്നു. ചെരുപ്പൂരി അടിക്കാൻ ഒരുങ്ങിയപ്പോഴത്തേക്ക് കയ്യിലും കയറി പിടിച്ചു. എന്നിട്ട് അടിച്ചിട്ട് താഴോട്ട് ഓടി കഴിഞ്ഞു. ആശുപത്രിയിൽ. ഞായറാഴ്ച രാവിലെ സിന്ധു ഭവനത്തിൽ നെൽസനെയും നായ കടിച്ചു. ചില നായകളെയും ഇത് കടിച്ചതായി നാട്ടുകാർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് പ്രദേശവാസികളിൽ ആശങ്കയുണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് അംഗം ശരത് SP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി വിവരങ്ങൾ തേടി. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും പേപ്പട്ടിയെ കണ്ടാലുടൻ ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷം വാട്ടർ അതോറിറ്റിയിലെ സെക്യൂരിറ്റിയെയും അവിടുത്തെ ഒരു ജീവനക്കാരനെയും ഈ പേ ഇളകിയ പട്ടി കടിക്കുകയും അതിനുശേഷം വീട്ടുമുറ്റത്ത് അതിനടുത്തുള്ള വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ എന്നെ വന്ന് കടിക്കുകയും കയ്യിൽ കടിക്കുകയും രാത്രി തന്നെ ഞാൻ ആശുപത്രിയിൽ വന്ന് ഇഞ്ചക്ഷൻ എടുത്ത് പോവുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് രാവിലെ റോഡ് പോയ വഴിയാത്രക്കാരനായ രാജഗിരിയിലുള്ള നെൽസൺ എന്ന് പറയുന്ന ആൾ കൊല്ലത്ത് ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ ചായ കുടിച്ചിട്ട് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ അയാളെ ഈ പട്ടി കാലിലും കയ്യിലും കടിച്ച് വലിയ പരിക്ക് ഏൽപ്പിച്ചു. തുടർന്ന് ഈ ബൈക്കിലൊക്കെ പോയവരെ കടിക്കുന്നതിനുള്ള പരിശ്രമമെല്ലാം ഈ പട്ടി നടത്തുകയും അതിനുശേഷം വീണ്ടും താഴോട്ട് വരും. ഇതറിഞ്ഞ് ഞങ്ങൾ റോഡിൽ വീട്ടിൻ്റെ പരിസരത്ത്
ഇങ്ങനെ നിൽക്കുമ്പോൾ ധാരാളം പട്ടികൾ താഴോട്ട് ഓടി വരുന്നതും തുടർന്ന് ഈ പട്ടി പുറകിൽ വന്ന് എന്നെ കണ്ടതും ചാടി വീണ്ടും വന്ന് കയ്യിലും കാലിലും കടിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സംസ്ഥാനത്തെ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. കരിമണൽ ഖനനത്തിനായി തീരപ്രദേശങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. പുതിയ ബജറ്റ് നിർദ്ദേശങ്ങൾ ഇതിന് തെളിവാണെന്നും ജയരാജൻ പറഞ്ഞു. തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും കടലും മണലും ഭൂമിയും കോർപ്പറേറ്റുകൾക്ക് കൈമാറാനാണ് നീക്കം. സ്വകാര്യ നിക്ഷേപം ക്ഷണിക്കുന്നതും സ്വകാര്യവൽക്കരണവും രണ്ടാണെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞു. UDFന്റേത് സ്വകാര്യവൽക്കരണ നയമാണ്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നും യുവാക്കൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കാൻ 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകുമെന്നും കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ വീതം നൽകുമെന്നുമായിരുന്നു UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഇതിനായി ഒരു പൈസ പോലും ബജറ്റിൽ വകയിരുത്തിയിട്ടില്ലെന്നും ജയരാജൻ പറഞ്ഞു. സിറ്റി ഫാസ്റ്റുകളാക്കി ബസ്സുകളെ മാറ്റും, സൂപ്പർ ഫാസ്റ്റുകളാക്കി പെയിന്റ് അടിക്കും. ഓർഡിനറി ബസ്സുകൾ സൗജന്യ യാത്ര അനുവദിക്കുന്ന ബസ്സുകളുടെ എണ്ണം കുറയും. ഇതിനകം 700 ബസ്സുകൾ സിറ്റി ഫാസ്റ്റുകളാക്കിയും പെയിന്റ് മാറ്റി സൂപ്പർ ഫാസ്റ്റാക്കിയും KSRTC സൗജന്യ യാത്രക്കുള്ള വാഹനങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചു. പൊതുവെ ജനങ്ങൾ സ്വാഗതം ചെയ്ത ഒരു പദ്ധതിയുടെ കഴിഞ്ഞ ഏതാനും ദിവസക്കാലത്തെ അനുഭവം ഇതാണ്. മറ്റൊരു ഗ്യാരണ്ടിയാണ് അവർ പ്രഖ്യാപിച്ച 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അത് ഒരു ജനവഞ്ചനയാണെന്ന് തെളിഞ്ഞു. ആ പദ്ധതിക്ക് വേണ്ടി ബജറ്റിൽ വകയിരുത്തിയത് 10 കോടി രൂപ മാത്രം. പ്ലാൻ ഫണ്ട് ഇനത്തിൽ വകയിരുത്തിയത് 1 ലക്ഷം രൂപ. യഥാർത്ഥത്തിൽ ഇതുപോലെയൊരു ജനവഞ്ചന വേറെയില്ല. 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കായി ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് 10 കോടി രൂപ മാത്രമാണ്. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട 14,000 കോടിയിലധികം രൂപയുടെ റവന്യൂ കമ്മി ഗ്രാന്റ് കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. കേന്ദ്രത്തിനെതിരായി ഒന്നും പറയാത്തതിന് പിന്നിൽ വ്യക്തമായ കോൺഗ്രസ് BJP ഡീലുണ്ട്. ഗവർണർക്കെതിരെ കത്തെഴുതാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയ മുഖ്യമന്ത്രിയുടെ നടപടിയിലൂടെ സംസ്ഥാനത്ത് സമാന്തര ഭരണകേന്ദ്രങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ജയരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തേവലക്കര ഗ്രാമപഞ്ചായത്ത് അഷ്ടമുടിക്കായൽ കണ്ടൽ വനവൽക്കരണ പദ്ധതി നടപ്പാക്കുന്നു. പട്ടകടവ് മഞ്ചാടിക്കടവിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. അഷ്ടമുടിക്കായൽ പരിസ്ഥിതി വെല്ലുവിളി നേരിടുന്നതായി മന്ത്രി പറഞ്ഞു. ജൈവ വൈവിധ്യവും മത്സ്യസമ്പത്തും നിറഞ്ഞ അഷ്ടമുടിക്കായൽ പരിസ്ഥിതി വെല്ലുവിളി നേരിടുന്നതായി മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. പട്ടകടവ് മഞ്ചാടിക്കടവിൽ തേവലക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന അഷ്ടമുടിക്കായൽ കണ്ടൽ വനവൽക്കരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ സാഹചര്യത്തിൽ കണ്ടൽ വനവൽക്കരണത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കണ്ടൽക്കാട് അതിൻ്റെ വനവൽക്കരണം തുടങ്ങുമ്പോൾ ഇവിടെ കോസ്റ്റൽ പോലീസുമായി സഹകരിച്ച് ചെയ്യുമ്പോൾ അത് ഒരു ആശയവിനിമയത്തിൻ്റെ കുഴപ്പമായിരുന്നു. യഥാർത്ഥത്തിൽ അത് എൻ്റെ വകുപ്പിൽ പെടുന്നതാണ്. സോഷ്യൽ ഫോറസ്ട്രിയുടെ ഭാഗമായി നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനി ചെയ്യാം. ഞാനിപ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്കിതൊരു വരുമാന മാർഗമാക്കി മാറ്റാൻ ഭാവിയിലേക്ക് സാധിക്കും. കാരണം ഈ വനനശീകരണവുമല്ല ലോകമെമ്പാടും നമ്മുടെ പരിസ്ഥിതിക്കുണ്ടാകുന്ന ദോഷത്തിന് പകരമായി വനം ഇത്തരം കണ്ടൽ കാടുകളടക്കം അല്ലെങ്കിൽ പുതിയ മരം വെച്ച് മാറ്റുമ്പോൾ അതിനൊരു പുതിയ സംവിധാനമുണ്ട്. അത് കാർബൺ ഡേറ്റിംഗ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഇതിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇതിനുവേണ്ടി കാർബൺ ക്രെഡിറ്റ്സ് കാർബൺ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നിലയിലേക്കുള്ള മരങ്ങൾ നട്ട് വളർത്തുന്നതിന് കാർബൺ ക്രെഡിറ്റ്സ് കിട്ടും. അത് നമുക്ക് വിൽക്കുമ്പോൾ അതിൽ നിന്നൊരു വരുമാനമുണ്ട്. ഇതൊരു ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനവും അത് എടുത്തിട്ടില്ല. ഞാൻ കയറിയപ്പോൾ തന്നെ ഇത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള സഹകരിച്ചുള്ള പഞ്ചായത്തുകളും പൊതുജനവുമായി സഹകരിച്ചുള്ള പദ്ധതി അതിലേക്ക് നമുക്ക് ഭാവിയിലേക്ക് ഉൾപ്പെടുത്താം. ഭാവിയിലേക്കല്ല, ഉടൻ തന്നെ ഉൾപ്പെടുത്താം. പക്ഷെ അതിൻ്റെ അന്തിമ രൂപരേഖയാകാൻ കുറച്ച് ദിവസവും കൂടെ എടുക്കും എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിൽ അധ്യക്ഷത വഹിച്ചു. ഷംല നൌഷാദ്, R അരുൺരാജ്, ഷെർലി ജേക്കബ്, ജോയിമോൻ അരനല്ലൂർ, ബിസ്മി അനസ്, ഷഹുബാനത്ത്, പാലക്കൽ ഗോപൻ, കോസ്റ്റൽ ഇൻസ്പെക്ടർ D ഗോപി, ബ്ലോക്ക് സെക്രട്ടറി പ്രേംശങ്കർ, പ്രശാന്തൻ, പ്രദീപ് ഫെർണാണ്ടസ് തുടങ്ങിയവർ പങ്കെടുത്തു. അഷ്ടമുടിക്കായലിന്റെ ജൈവ വൈവിധ്യ സംരക്ഷണവും തീര പരിസ്ഥിതി പുനരുദ്ധാരണവും ലക്ഷ്യമിട്ടാണ് കോസ്റ്റൽ പോലീസ്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ടീം, എൻവയോൺമെന്റ് കേരള എന്നിവരുടെ സഹകരണത്തോടെ കണ്ടൽ വനവൽക്കരണം നടപ്പാക്കുന്നത്.
ന്യൂസ് ബ്യൂറോ, ചവറ. കൊല്ലം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നീറ്റ് പരീക്ഷ നടന്നു. ജില്ലയിൽ 26 കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത്. കേന്ദ്രസേനയും സംസ്ഥാന പോലീസും നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷയൊരുക്കി. ഓരോ സെന്ററിലും വില്ലേജ് ഓഫീസറായിരുന്നു മേൽനോട്ടം വഹിച്ചിരുന്നത്. ഫാത്തിമ മാതാ നാഷണൽ കോളേജ്, SN കോളേജ്, വിമല ഹൃദയ ഗേൾസ് ഹൈസ്കൂൾ, കേന്ദ്രീയ വിദ്യാലയം തുടങ്ങി കൊല്ലം ജില്ലയിൽ 26 കേന്ദ്രങ്ങളിലാണ് നീറ്റ് പരീക്ഷ നടന്നത്. രാവിലെ 10 മുതൽ തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരീക്ഷാ സെന്ററിന് മുന്നിൽ എത്തിയിരുന്നു. കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ ഒരു ഫോട്ടോ മാത്രം മതിയായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം ഹാൾ ടിക്കറ്റിൽ ഫോട്ടോ പതിക്കുകയും കയ്യിൽ 2 ഫോട്ടോ കരുതുകയും വേണമായിരുന്നു. പലരും ഒരു ഫോട്ടോ മാത്രമാണ് കൊണ്ടുവന്നത്. ഇത് ചെറിയ രീതിയിൽ ആശങ്കയ്ക്ക് കാരണമായി. പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ കേന്ദ്രസേനയും സംസ്ഥാന പോലീസും സംയുക്തമായി സുരക്ഷയൊരുക്കിയിരുന്നു. പ്രവേശന കവാടത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കി. ബാങ്കിൽ നിന്ന് ചോദ്യപേപ്പറുകൾ എടുത്ത് പരീക്ഷാ സെന്ററുകളിൽ എത്തിക്കാൻ നോഡൽ ഓഫീസർ, കോർഡിനേറ്റർ, സുരക്ഷാ സംഘം എന്നിവരെ ചുമതലപ്പെടുത്തിയിരുന്നു. അടിസ്ഥാന സൗകര്യമൊരുക്കുന്ന എല്ലാ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരും സെന്ററുകളിൽ എത്തിയിരുന്നു. വിദ്യാർത്ഥികൾ ഗതാഗതക്കുരുക്കിൽപ്പെടാതിരിക്കാൻ അധികം പോലീസിനെയും വിന്യസിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ITBPയുടെ നേതൃത്വത്തിൽ രാജ്യാന്തര യോഗാ ദിനം സംഘടിപ്പിച്ചു. കാട്ടിൽ മേക്കതിൽ ബീച്ചിലായിരുന്നു പരിപാടി. നൂറനാട് ITBP 27ാം ബറ്റാലിയന്റെ നേതൃത്വത്തിലാണ് യോഗാ ദിനം സംഘടിപ്പിച്ചത്. നൂറനാട് ITBP 27ാം ബറ്റാലിയൻ കമാൻഡന്റ് ബുദ്ധിപ്രകാശിന്റെ നേതൃത്വത്തിലായിരുന്നു അന്താരാഷ്ട്ര യോഗാ ദിനം സംഘടിപ്പിച്ചത്. കാട്ടിൽ മേക്കതിൽ ബീച്ചിലായിരുന്നു പരിപാടി. ഡെപ്യൂട്ടി കമാൻഡന്റ് മനോജ് P, ലിയോ മാത്യു കുര്യൻ, അസിസ്റ്റന്റ് കമാൻഡന്റ് റോഷൻ കുമാർ എന്നിവർ യോഗാ ദിനത്തിന് നേതൃത്വം നൽകി. യോഗയിലൂടെ ഒരു നല്ല വാർദ്ധക്യം എന്ന സന്ദേശമാണ് ITBP ഇത്തവണ മുന്നോട്ട് വെക്കുന്നത്. യോഗയുടെ ഗുണത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കായി ക്ലാസും എടുത്തു. ITBPയുടെ 101 സൈനികരും നാട്ടുകാരും യോഗാ ദിനാചരണത്തിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് 27ാം ബറ്റാലിയൻ ITBP കേരളത്തിലെ ഏക യൂണിറ്റായ ആലപ്പുഴ നൂറനാട് സ്ഥിതി ഉള്ള ITBP യൂണിറ്റ് എന്നാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി പരിപാവനമായ കാട്ടിൽ മേക്കതിൽ അമ്മയുടെ മണ്ണിൽ യോഗ ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ITBP ജവാന്മാരെല്ലാം കൊണ്ടുവന്ന് ഇവിടെ യോഗയുടെ പ്രചരണത്തിനും യോഗയുടെ ഗുണങ്ങളെക്കുറിച്ച് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തുവാനും വേണ്ടിയാണ് ഇങ്ങനെയൊരു യോഗാ ശിബിരം നമ്മൾ ഇവിടെ നടത്തിയത്. നാട്ടുകാരിൽ കൂടുതൽ യോഗയെക്കുറിച്ച് അവയർനെസ് ഉണ്ടാക്കാനും കാട്ടിൽ മേക്കൽ അമ്പലത്തിൻ്റെ പുണ്യമായ ഈ ഭൂമിയിൽ യോഗ ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങളെല്ലാം വളരെ സൗഭാഗ്യമുള്ളവരാണ്. ഇത് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിന് അടുത്തുള്ള ബീച്ചാണ്. ഇവിടെ ഭക്തജന ലക്ഷങ്ങൾ എല്ലാ ദിവസവും വന്ന് ആരാധിക്കുന്ന ദേവിയുടെ മടിത്തട്ടിൽ വന്ന് യോഗ ചെയ്യാൻ സാധിച്ചത് നമുക്ക് വളരെയധികം സന്തോഷവും ഭാഗ്യവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ചു. തിരികെ വനത്തിലേക്ക് വിടാൻ സ്പെഷ്യൽ ഡ്രൈവ്. കറവൂർ, കാരിക്കുഴി, ആനക്കുളം ജനവാസ മേഖലകളിലാണ് ആനകൾ തമ്പടിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. കരിമണൽ ഖനനത്തിനായി തീരപ്രദേശങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. പുതിയ ബജറ്റ് നിർദ്ദേശങ്ങൾ ഇതിന് തെളിവാണെന്നും ജയരാജൻ. കൊല്ലം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നീറ്റ് പരീക്ഷ. 26 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടന്നത്. കേന്ദ്രസേനയും സംസ്ഥാന പോലീസും പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷയൊരുക്കി. അഷ്ടമുടിക്കായൽ കണ്ടൽ വനവൽക്കരണ പദ്ധതി നടപ്പാക്കുന്നു. തേവലക്കര ഗ്രാമപഞ്ചായത്താണ് പദ്ധതി നടപ്പാക്കുന്നത്.
അഷ്ടമുടിക്കായൽ പരിസ്ഥിതി വെല്ലുവിളി നേരിടുന്നതായി മന്ത്രി ഷിബു ബേബി ജോൺ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.